പുറത്തു വരുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. അത് പാകിസ്ഥാന് വലിയ രീതിയിൽ പ്രഹരം സൃഷ്ടിക്കുന്നതുമാണ്. അതായത് ഇന്ത്യയുടെ അസ്ത്ര 2 മിസൈല് പാകിസ്ഥാന് വലിയ കനത്ത ആഘാതം വരുന്ന ഭാവിയിൽ സൃഷ്ടിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ ദക്ഷിണേഷ്യയിലെ വ്യോമ മേധാവിത്വം എന്ന ഒരു സങ്കല്പമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒക്കെ പരസ്പരം പോരടിക്കുമായിരുന്നു. കാരണം വിമാനങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കറിയാം, പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇന്ത്യൻ സൈന്യത്തോട് കരയിൽ യുദ്ധം ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എണ്ണത്തിലായാലും ആയുധങ്ങളിലായാലും ഇന്ത്യൻ കരസേന വളരെ മുന്നിലാണ്. നാവികസേനയോടും അവർക്ക് പറ്റില്ല. പിന്നെ അവരുടെ മേൽ നമ്മൾ ആക്രമിക്കാതിരിക്കാൻ, അവരെ സ്വയം പ്രതിരോധിക്കാനായിട്ട് അവർ ഏറ്റവും പുതിയ അമേരിക്കൻ വിമാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു തന്ത്രം. എന്തായാലും അത് ഇനി നടക്കില്ല എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. കാരണം ഈ പഴയ കാലത്തെ വ്യോമ യുദ്ധങ്ങളുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ, അതായത് വെരി ലോങ് റേഞ്ച് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ എന്ന് വേണം പറയേണ്ടത്. 200 കിലോമീറ്ററിലധികം റേഞ്ചുള്ള എയർ ടു എയർ, ആകാശത്തിൽ നിന്നും ആകാശത്തിലേക്ക് പോകുന്ന മിസൈലുകൾ, അത് അതിൻ്റെ ഒരു കാലം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ കൈവശം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പാകിസ്ഥാന് ചൈനീസ് നിർമ്മിത PL-15, ചൈനയ്ക്കും അതേ മിസൈൽ തന്നെ. ഇന്ത്യക്ക് അത്തരം 3 തരത്തിലുള്ള മിസൈലുകൾ തയ്യാറാക്കിക്കൊണ്ട് ഇന്ത്യ ഇവിടെ ഒരു മേൽക്കൈ നേടാൻ ശ്രമിക്കുകയാണ്. അത് റഫാൽ വിമാനത്തോടൊപ്പം മെറ്റിയോർ എന്ന് പറയുന്ന 300 കിലോമീറ്ററിലധികം റേഞ്ച് ഉള്ള ഒരു മിസൈലുണ്ട്. അതിനൊപ്പം റഷ്യയിൽ നിന്നും R-37 എന്ന് പറയുന്ന 400 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു എയർ ടു എയർ, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈല് ഇന്ത്യ ഈ വർഷം തന്നെ വ്യോമസേനയുടെ ഭാഗമാക്കും. അത് വാങ്ങാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേഗത്തിൽ പർച്ചേസ് ചെയ്യുമെന്നാണ് വാർത്തകൾ മനസ്സിലാകുന്നത്. അതൊക്കെ കൂടാതെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത അസ്ത്ര 2നും 200 കിലോമീറ്ററിലധികം റേഞ്ചുണ്ട്. അതായത് PL-15 സമാനമായ റേഞ്ചോ ഉള്ള അസ്ത്ര 2 ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. ഇത് ഇനി വരാനിരിക്കുന്ന യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ, വാർ ഡോക്ട്രിൻ, യുദ്ധ ഫിലോസഫി എല്ലാം മാറുകയാണ്. അത് എന്താണെന്ന് ഞാൻ പറയാം, വിശദമാക്കാം. അതായത് ഈ പാകിസ്ഥാനിൽ നിന്നൊരു വിമാനം ഉയർന്നു പൊങ്ങാൻ പോലും ഇനി ബുദ്ധിമുട്ടാണ്. കാരണം പാകിസ്ഥാനിലെ പ്രധാന പട്ടണങ്ങളൊക്കെ തന്നെ ഇപ്പം നമ്മൾ അമൃത്സറിൽ നിന്നൊക്കെ എടുത്തു നോക്കിയാൽ കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ്, ഇതൊക്കെ തന്നെ ഒരു 200-250 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പൊ ഈ എയർ ഡിസ്റ്റൻസിൽ അവിടുന്ന് ഒരു വിമാനം പറന്നു പൊങ്ങിയാൽ തന്നെ ഇപ്പൊ ഇവിടുന്ന് ഒരു മിസൈൽ അയച്ചത് താഴെയില്ല. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ അതല്ല. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഇപ്പം അതിർത്തി സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ ഇപ്പം ഉത്തർപ്രദേശിൽ ഒരു വിമാനം പറന്നു പൊങ്ങിയെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വലിയ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെറിയ രാജ്യങ്ങൾക്ക് ഈ BVR മിസൈലുകളുടെ ഒരു മുന്നേറ്റം, അതിൻ്റെ ഒരു വികാസം സ്വാഭാവികമായിട്ടും ചെറിയ രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഇന്ത്യയും ചൈനയും പോലുള്ള വലിയ രാജ്യങ്ങൾക്ക് അതിൽ അത്ര പ്രതിസന്ധിയില്ല. കാരണം മുഴുവൻ പാകിസ്ഥാനെയും കവർ ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾ ഈ വരുന്ന കാലത്ത് ഒരു 5 കൊല്ലത്തിനുള്ളിൽ പാകിസ്ഥാനിൽ നിന്ന് ഏതൊരു യുദ്ധവിമാനം പറന്നു പൊങ്ങിയാലും ഇന്ത്യയിൽ നിന്ന് ഒരു വിമാനത്തിൽ നിന്ന് അയക്കുന്ന BVRന്റെ റേഞ്ചിനപ്പുറം ആയിരിക്കില്ല. അതൊരു വല്ലാത്ത മാറ്റം യുദ്ധങ്ങളിലുണ്ടാകും. കാരണം വിമാനം കൊണ്ട് പിന്നെ പ്രയോജനമില്ല എന്നുള്ളൊരു അവസ്ഥ വരും. യുദ്ധവിമാനങ്ങൾ യൂസ്ലെസ് ആയിട്ട് വരാൻ പോകുന്ന ഒരു കാലം വരും. ഇപ്പൊ ചെറിയ രാജ്യങ്ങളെ സംബന്ധിച്ച്. വലിയ രാജ്യങ്ങൾക്ക് കുറച്ച് നാളുകൂടെ യുദ്ധവിമാനം കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന അസ്ത്ര 3 Su-30 MKIലോട്ട് ഘടിപ്പിക്കുക. അങ്ങനെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്തെന്നാൽ ഈ Su-30 MKIക്ക് അതിൻ്റെ റഡാറുണ്ട്, വളരെ ശക്തമായ ഒരു റഡാറുണ്ട്. ആ റഡാറ് ഇതുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് വളരെ കറക്റ്റ് ഈ 200 കിലോമീറ്ററിന് അപ്പുറം പോകുന്ന ഒരു റഡാറാണത്. ആ റഡാറ് ആയിട്ട് ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും ഒരു വിമാനത്തിനും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ആ റഡാറിൻ്റെ പേര് N011M
ബാസ് റഡാർ എന്നാണ്. അത് SU-30 MKIയുടെ റഡാറാണ്. ആ റഡാർ ആയിട്ട് സംയോജിച്ചായിരിക്കും MK2 പിന്നെ അസ്ത്ര MK2 പ്രവർത്തിക്കുന്നത്. അത് മാത്രവുമല്ല, നെറ്റ്വർക്ക് വാർഫെയറിൻ്റെ ഒരു കാലമാണിത്. അതായത് ഗ്രൗണ്ട് ബേസ്ഡ് റഡാറുകളും ഗ്രൗണ്ട് ബേസ്ഡ് സെൻസറുകളും അതുപോലെ മറ്റ് വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ, ഇതെല്ലാം തമ്മിൽ വിമാനങ്ങൾ തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാകും. അങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടായാൽ മാത്രമേ പരമാവധി ദൂരത്തേക്ക് ഈ അസ്ത്ര മിസൈലിന് പോകാൻ പറ്റൂ. അപ്പോൾ ഇന്ത്യ ഇതുവരെ ദൗർഭാഗ്യവശാൽ ഇത്തരം ഒരു നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ വളരെ കൃത്യമായിട്ട് ഇന്ത്യ തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് ഇന്ത്യ വളരെ വേഗം ഈ 2026 നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. അപ്പം ഈ ഇന്ത്യക്ക് 3 തരത്തിലുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളുമായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ എല്ലാ വിമാനത്തിലും SU-30 വിമാനങ്ങളിലെല്ലാം തന്നെ ഇതിലേതെങ്കിലും മിസൈലുകൾ കാണും. SU-30, റഫാല്, നമ്മുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ്, ഇവയിലൊക്കെ തന്നെ ഈ പറയുന്ന 200 കിലോമീറ്ററിലധികം റേഞ്ചുള്ള മിസൈലുകൾ വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ മാത്രവുമല്ല, ഇന്ത്യ 6 അവാക്സ് വിമാനങ്ങളൂടെ വാങ്ങുകയാണ്. അതായത് പിന്നെ അങ്ങനെ വരുമ്പോഴേക്കും ആകാശത്ത് വെച്ച് തന്നെ നമ്മൾ പിന്നെ മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങളെ ട്രാക്ക് ചെയ്യുകയും അവയ്ക്ക് നേരെ ഈ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിലൂടെ ഈ നെറ്റ്വർക്കിൽ നിന്നും വിവരം നമ്മുടെ ഈ പിന്നെ അസ്ത്ര അല്ലെങ്കിൽ മെറ്റിയോർ അല്ലെങ്കിൽ R-37 ഇത് വഹിക്കുന്ന വിമാനങ്ങളിലേക്ക് എത്തുകയും ആ വിമാനങ്ങൾ അവിടെ നിന്നൊരു മിസൈൽ പ്രയോഗിച്ചിട്ട് മറ്റതിനെ തകർക്കുകയും ചെയ്യുക. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടസ്റ്റഡ് ആയിട്ടുള്ള എയർ സ്പേസ് ആയിട്ട് ഈ ദക്ഷിണേഷ്യ മാറുകയാണ്. ഇപ്പം അതിൻ്റെ ഒരു പറയുന്നത്, ഈ അസ്ത്ര MK2 ഏതാണ്ട് 1.25 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏരിയ കവർ ചെയ്യും എന്നാണ്. അതായത് ഈ പ്രദേശത്ത് പറന്നുയരുന്ന ഏതൊരു വിമാനത്തെയും ഇനി ഇന്ത്യൻ വിമാനങ്ങളുടെ പരിധിയിലായിരിക്കും, ഈ അസ്ത്ര MK2ൻ്റെ പരിധിയിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ആയതുകൊണ്ട് ഇത്തരം മിസൈലുകൾ പ്രയോഗിച്ചിപ്പം R-37 മെറ്റിയോറിൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ഒരു പരിമിതിയുണ്ട്. കാരണം അതിലെ കുറേ മിസൈലുകൾ ലക്ഷ്യസ്ഥാനം കണ്ടില്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും അത് വാങ്ങിക്കേണ്ടി വരും. ഒരു യുദ്ധസമയത്ത് ഇത് വാങ്ങിക്കുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ അസ്ത്ര MK2ൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മിസൈലുകൾ ആയതുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, അത് പിന്നെ മെറ്റിയോറും R-37 ഒക്കെ കൂടി വന്നാൽ 150 200 ഒക്കെ മിസൈലുകളായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന അസ്ത്ര MK2 നമ്മൾ 700 മിസൈലുകൾ ഉടനടി തന്നെ നമ്മൾ വാങ്ങുകയാണ്. അതുമാത്രമല്ല, അസ്ത്ര MK3യും നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ത്ര MK2 200 കിലോമീറ്റർ, അത് ഡ്യുവൽ പൾസ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. MK3 ആകട്ടെ റാംജെറ്റ് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന MK3 അതിന് 300-350 കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ആകാശയുദ്ധത്തിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവം തന്നെ മാറുകയാണ്. യുദ്ധവിമാനങ്ങൾക്ക് ഇനി എന്താണ് പ്രസക്തി? യുദ്ധവിമാനങ്ങൾ ഇനി എങ്ങനെയാണ് ഒരു യുദ്ധത്തിനെ സ്വാധീനിക്കാൻ പോകുന്നത്? ഇതൊക്കെ വലിയ ചോദ്യങ്ങൾ എത്തുകയാണ്. കാരണം യുദ്ധത്തിൽ ഇനി ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളുടെ കാലമാണെങ്കിൽ യുദ്ധവിമാനങ്ങൾക്ക് വളരെ പരിമിതികളുണ്ട്. ഇനി വരാൻ പോകുന്നത് യുദ്ധവിമാനങ്ങളോടൊപ്പം തന്നെ ഡ്രോണുകളും. ആ ഡ്രോണുകൾ ലോയൽ വിങ്മാൻ എന്ന് പറയുന്ന ഡ്രോണുകളായിരിക്കും. ആ ഡ്രോണുകളായിരിക്കും കിലോമീറ്ററുകൾ മുമ്പേ യുദ്ധവിമാനത്തിന് മുമ്പേ സഞ്ചരിക്കുന്നത്. യുദ്ധവിമാനം ഏതാണ്ട് ഒരു കൺട്രോൾ റൂം പോലെ മാറും. യഥാർത്ഥ ആക്രമണം നടത്താൻ പോകുന്നത് ഈ പറയുന്ന ലോയൽ വിങ്മാൻ ഡ്രോണുകൾ, സ്വാം ഡ്രോണുകൾ, അതുപോലെ കാമിക്കാസെ ഡ്രോണുകൾ, ഇങ്ങനെ 2-3 തരത്തിലുള്ള ഡ്രോണുകൾ വിമാനത്തിന് മുന്നിൽ കാണും. വിമാനം യഥാർത്ഥത്തിൽ ഈ നെറ്റ്വർക്ക് സെൻട്രിക് ആയിട്ടുള്ള ഒരു കൺട്രോൾ റൂം പോലെ പ്രവർത്തിച്ച് ഈ ചുറ്റുമുള്ള ഡ്രോണുകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഡ്രോണുകളെ നിയന്ത്രിക്കുക, ഇതൊക്കെ ആയിരിക്കും. വിമാനത്തിന് ഒരു പരിക്കും പറ്റാതെ സംരക്ഷിക്കാനായിട്ട് ലോയൽ വിങ്മാൻ ഡ്രോണുകൾ ഉണ്ടാവും. കാരണം ഒരു വിമാനത്തിൻ്റെ നേരെ ഒരു മിസൈൽ വരുമ്പോൾ, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ വരുമ്പോൾ, ഈ ഡ്രോൺ ഒന്നുകിൽ അതിൻ്റെ പിന്നെ ദേഹത്തേക്ക് ഈ മിസൈൽ ഏറ്റെടുക്കും. അതായത് ഡ്രോൺ മുന്നിൽ വന്നിട്ട് പിന്നെ മിസൈൽ ഡ്രോണിൽ വന്നിടിച്ച് മിസൈലും തകരും ഡ്രോണും തകരും. അതല്ലെങ്കിൽ ഡ്രോണിൽ നിന്നുള്ള സ്പൂഫിംഗ് സംവിധാനങ്ങൾ ഈ വരുന്ന മിസൈലിനെ നേരിടും. എന്തായാലും ആധുനിക കാലത്ത് ഈ ഏരിയൽ വാർഫെയറിൻ്റെ ഒരു തിയറിയും അതിൻ്റെ ഒരു പ്രായോഗികതയും കംപ്ലീറ്റ് മാറുകയാണ്.
ഇനി നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറും പിന്നെ ഡ്രോൺ അസിസ്റ്റഡ് ഫൈറ്റർ ജെറ്റുകളും അതുമായിട്ട് വരുന്ന ഒരു കാലം. ആ കാലത്ത് നമുക്ക് സാധാരണ യുദ്ധവിമാനങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അത്തരം യുദ്ധവിമാനങ്ങളുടെ കാലമേ കഴിഞ്ഞു. അതായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് അതിൻ്റെ തുടക്കം ഈ ദക്ഷിണേഷ്യയിൽ നിന്നായിരിക്കും. അതായത് അമേരിക്ക അല്ല, റഷ്യയും അല്ല. ഇവിടെയാണ് ഏറ്റവും ഈ 3 രാജ്യങ്ങളും ഒരുപോലെ ഫൈറ്റ് ചെയ്യുമ്പോൾ, ഏറ്റവും ആധുനികമായ ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ദക്ഷിണേഷ്യയുടെ ആകാശങ്ങളിലായിരിക്കും ലോകത്തിലെ ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങളും ഏറ്റവും ആധുനികമായ യുദ്ധവും നടക്കാൻ പോകുന്നു. എന്തായാലും പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിന് ഇനി അത്ര പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഇത്രയധികം മുതൽ മുടക്കാനോ ഇത്രയധികം അവരിപ്പോൾ ഈ JF-17 എന്നൊക്കെ പറയുന്നല്ലോ, അതൊന്നും ഇനി ഒന്നുമല്ല. അതൊക്കെ വാങ്ങിക്കുന്ന പിറ്റേ ദിവസം ഇത് 10 എണ്ണം മിസൈൽ കൊണ്ട് തകരുമ്പോഴത്തേക്ക് അതെടുത്ത് പിന്നെ ഹാങ്ങറിൽ പൂട്ടി വെക്കേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. താങ്ക് യു.